നിങ്ങളുടെ കുട്ടികൾ ഒരേ ചോദ്യം തന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിക്കാറുണ്ടോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ബീച്ചിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുക, അതേപോലെ തന്നെ അച്ഛൻ എപ്പോഴാണ് വരികയെന്ന് ചോദിക്കുക, നമ്മൾ എപ്പോഴാണ് പുറത്തു പോകാമെന്ന് ചോദിക്കുക. ഇതിനൊക്കെ ചിലപ്പോൾ മാതാപിതാക്കൾ ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴല്ലേ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവന് ചെവി കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ഇത്രത്തോളം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഭാഗമാണ്. സാധാരണ രീതിയിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാറ്. ഈ സമയത്ത് കുട്ടികളുടെ വർക്കിംഗ് മെമ്മറി വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ വർക്കിംഗ് മെമ്മറി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അതായത് മെമ്മറൈസ് ചെയ്യാമെന്ന് പറയും നമ്മൾ സാധാരണ രീതിയിൽ. ഈ സമയത്ത് ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രഡിക്റ്റബിലിറ്റിയാണ്. ലളിതമായിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മുതിർന്നവർക്ക് ആക്ച്വലി ഇന്നെന്താണ് നാളെ എന്താണ് നടക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് ഈ 3 to 6 വയസ്സ് ഡെവലപ്മെൻറ്റ് സമയമായതുകൊണ്ട് തന്നെ ഇതിലൊരു അൺസർട്ടനിറ്റി ഭയങ്കരമായിട്ടുണ്ടാവും. ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചോദിച്ചാൽ നാളെ നമ്മൾ സ്കൂളിൽ പോകുന്നില്ലേ, അല്ലെങ്കിൽ നാളെ ടീച്ചർ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴാണ് വരിക, ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ വർക്കിംഗ് മെമ്മറിയും പ്രഡിക്റ്റബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു ഏജ് ആയതുകൊണ്ടാണ് കുട്ടികൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഇതാണ് ശരിക്കും പാരൻസ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. അടുത്ത തവണ നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് ഒരേ ചോദ്യം റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, കുട്ടികൾക്കത് പ്രോപ്പറായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റ് ആവാതെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുമല്ലോ.